നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു Azure Active Directory യൂസറുടെ പാസ്വേഡ് എങ്ങനെയൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം, ആ പ്രൊട്ടക്ഷൻ പോളിസീസ് ഒക്കെ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നൊക്കെയാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നിങ്ങൾ നമ്മുടെ Azure Active Directoryയുടെ പോർട്ടലിൽ വരിക. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് പെയിനിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതിൽ താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സെക്യൂരിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. സെക്യൂരിറ്റിയിൽ ലെഫ്റ്റ് സൈഡ് പെയിനിൽ നിങ്ങൾ ഓതന്റിക്കേഷൻ മെത്തേഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. മാനേജിന്റെ അണ്ടറിൽ കാണാം ഓതന്റിക്കേഷൻ മെത്തേഡ്സ്. ഓതന്റിക്കേഷൻ മെത്തേഡ്സ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ലെഫ്റ്റ് സൈഡ് പെയിനിൽ നിങ്ങൾ പാസ്വേഡ് പ്രൊട്ടക്ഷൻ എടുക്കുക. ഇതാണ് നമ്മുടെ പാസ്വേഡ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള Azure Active Directoryയുടെ ഫീച്ചേഴ്സ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് വൺ കാണാം ലോക്കൗട്ട് ത്രഷോൾഡ്. ലോക്കൗട്ട് ത്രഷോൾഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എത്ര ഇൻകറക്റ്റ് പാസ്വേഡ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ട് ലോക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ത്രഷോൾഡാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ കറന്റ് അത് 5 എന്നാണുള്ളത്. അതായത് നമ്മുടെ ഒരു യൂസർക്ക്, അതായത് മറ്റൊരാളുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ അയാൾ 5 തവണ പാസ്വേഡ് തെറ്റായി അടിച്ചു കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ലോക്ക് ആവും. അങ്ങനെ ലോക്ക് ആവുന്ന അക്കൗണ്ട് എത്ര നേരം ലോക്കായിരിക്കണം എന്നുള്ളതിനാണ് ലോക്കൗട്ട് ഡ്യൂറേഷൻ ഇൻ സെക്കൻഡ്സ് എന്നുള്ളത്. ഇപ്പൊ കറന്റ് 60 സെക്കൻഡ്സ്, അതായത് 1 മിനിറ്റ് ആ അക്കൗണ്ട് ലോക്കായിരിക്കും എന്നുള്ളതാണ് സെറ്റിംഗ്സ് ഉള്ളത്. അത് നമുക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും മാറ്റാം. ഇപ്പൊ ഞാൻ ലോക്കൗട്ട് ത്രഷോൾഡ് 3 എന്നാക്കുകയാണ്. അതുപോലെ ലോക്കൗട്ട് ഡ്യൂറേഷൻ എന്നുള്ളത് ഞാനൊരു 600 എന്നാക്കുകയാണ്. അതായത് 10 മിനിറ്റ് നേരത്തേക്ക് ആ അക്കൗണ്ട് ലോക്ക് ആവണം എന്നുള്ള രീതിയിലുള്ള ഒരു സെറ്റിംഗ്സുമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ഇൻകറക്റ്റ് പാസ്വേഡ് കൊടുക്കുമ്പോൾ അക്കൗണ്ട് ലോക്ക് ആവുന്നതിനെ കുറിച്ചുള്ള സെറ്റിംഗ്സ് ഉള്ളത്. ഇനിയുള്ളത് നമ്മുടെ ഓരോ യൂസറും അവരുടെ അക്കൗണ്ട് കൂടുതൽ സെക്യൂർ ആക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ ഗസ് ചെയ്യാൻ സാധ്യതയുള്ള പാസ്വേഡുകൾ കൊടുക്കാതിരിക്കാനുള്ള ഫീച്ചർ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് കസ്റ്റം ബാൻഡ് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ. അപ്പൊ കറന്റ് എൻഫോഴ്സ് കസ്റ്റം ലിസ്റ്റ് എന്നുള്ളത് നോ ആണ്. അപ്പൊ നമ്മൾ അത് യെസ് കൊടുക്കുക. എന്നിട്ട് ഏതൊക്കെ പാസ്വേഡുകളാണ് നമ്മൾ ബാൻ ചെയ്യേണ്ടത്, അതായത് യൂസർ ഈ പാസ്വേഡുകളൊന്നും കൊടുക്കരുത് എന്ന് സെറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ പാസ്വേഡുകൾക്കാണ്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു പാസ്വേഡ് P@SSW0RT കോമൺ ആയിട്ട് ഒരുപാട് പേര് കൊടുക്കുന്ന ഒരു പാസ്വേഡാണിത്. ഈ പാസ്വേഡ് എൻ്റെ Azure Active Directory ഉള്ള ഒരു യൂസറും കൊടുക്കരുത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കസ്റ്റം ലിസ്റ്റിൽ ഇത് ഇവിടെ ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഇവിടെ P എന്നാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ P@SSW0RT എന്നുള്ളതിന്റെ പല കോമ്പിനേഷൻ, അതായത് ഇത് കംപ്ലീറ്റ് സ്മോൾ ലെറ്റർ ആയിട്ടാണെങ്കിലും കംപ്ലീറ്റ് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിലും ഈ @ സ്ഥാനത്ത് A ആണെങ്കിലും ഈ സീറോയുടെ സ്ഥാനത്ത് O ആണെങ്കിലും അങ്ങനെ എല്ലാ രീതിയിലുള്ള ഇതിന്റെ കോമ്പിനേഷൻസ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ പല കോമ്പിനേഷൻസ് വേറെ വേറെ എൻട്രി ആയിട്ട് കൊടുക്കേണ്ടതില്ല. ഇത് മാത്രം കൊടുത്താൽ മതി. ബാക്കി എല്ലാ കോമ്പിനേഷൻസും Azure Active Directory ഡീഫോൾട്ട് ആയിട്ട് എൻഫോഴ്സ് ചെയ്തോളും. ഇനി മറ്റെന്തെങ്കിലും നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അതും കൊടുക്കാം. ഇപ്പൊ ചിലപ്പം ചില യൂസേഴ്സ് അവരുടെ ഓർഗനൈസേഷന്റെ പേര് വെച്ചിട്ടുള്ള പാസ്വേഡുകൾ കൊടുത്തേക്കാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ മാറാല എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ ആയതുകൊണ്ട് ഈ ഒരു എൻ്റെ അണ്ടറിലുള്ള യൂസേഴ്സ് മാറാല എന്ന് വെച്ച് തുടങ്ങുന്ന പാസ്വേഡുകളൊന്നും കൊടുക്കണ്ട എന്നാണെങ്കിൽ എനിക്ക് ആ ഒരു കീവേഡ് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ കൊടുക്കുമ്പോൾ ഇതിന്റെ മറ്റു കോമ്പിനേഷൻസും ഇതിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഡ് ആയിക്കോളും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കസ്റ്റം പാൻഡ് പാസ്വേഡ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റിലുള്ള ഈ ഒരു കീവേഡ് യൂസ് ചെയ്തുകൊണ്ടുള്ള പാസ്വേഡ് യൂസേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇത്രയും കൊടുത്തിട്ട് നിങ്ങൾ സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പാസ്വേഡ് പ്രൊട്ടക്ഷൻ പോളിസി ഈ ആക്റ്റീവ് ഡയറക്ടറി യൂസേഴ്സിന് എൻഫോഴ്സ്ഡ് ആയിട്ടുണ്ട്.